നിങ്ങൾ ചുമ്മാ തമാശ പറയല്ലേ? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പൊട്ടനാക്കുന്ന രീതി മാധ്യമ പ്രവർത്തകർ പെരുമാറല്ലേ? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ല. ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു പത്രക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം? എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു, ഏതൊക്കെ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചു? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും അവർക്കെല്ലാം മറവി രോഗമുള്ളവരാണ്. അല്ല, മറവി രോഗമുള്ളവരല്ല, ഇപ്പോൾ കാണുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളുമല്ല. അല്ല, മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും മാധ്യമ സമീപനമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിൽ ആരാണ് ഭേദമെന്ന തർക്കമല്ലല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ശരി, പിണറായി വിജയൻ വാർത്താ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത രീതി മോശമായിരുന്നു. മോശപ്പെട്ടവരല്ലാത്തവർ വരട്ടെ എന്നേ, മാധ്യമങ്ങളോട് സംസാരിക്കട്ടെ എന്നേ. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കും, സുതാര്യമായ പ്രോസസ് ഉണ്ടാവും. കേരളത്തെയും നിയമസഭയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടാവും. ആശങ്കയുണ്ടെങ്കിൽ UDF പരിശോധിക്കും എന്ന് പറയണ്ടേ? ഞങ്ങളല്ലേ, UDF അല്ലേ ഈ ഗവൺമെന്റ്? അതിന് കോൺഗ്രസ് പാർട്ടി പരിശോധിക്കുമെന്ന് പറയണ്ടേ? ഞങ്ങളുടെ പാർട്ടിയല്ലേ നയിക്കുന്നത് ഈ ഗവൺമെന്റിനെ? അപ്പൊ ഞങ്ങൾ പരിശോധിക്കും. ജനങ്ങൾക്ക് മോശം വരുന്നതോ നാടിന് നഷ്ടം വരുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. എന്നാ പിന്നെ പേടിക്കണ്ട. ക്ലിയർ കട്ടാണ് ഞങ്ങളുടെ തീരുമാനം. ശരി, അല്ല, ഇത് ഒരു രാഷ്ട്രീയ തീരുമാനമല്ല. ഒന്നാമത്തെ കാര്യം, UDF തീരുമാനമെടുക്കാൻ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടിയിട്ടില്ല ഇതുവരെ. ഇതൊരു കരാർ ലംഘനമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശം തേടിയിട്ടില്ല. നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ താമസിക്കുന്നു എന്ന് പറയുന്നു. നിയമമന്ത്രിക്ക് വാർത്താ സമ്മേളനം നടത്താം, തുറമുഖമന്ത്രിക്ക് വാർത്താ സമ്മേളനം നടത്താം. ഇതെല്ലാം ഒരാളാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യത വരുത്തണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇടപെടുന്നു, ബുദ്ധിമുട്ടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങാണ് ഈ വിഷയം, ഈ പറയുന്ന മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം ഈ ചർച്ചയിലേക്ക് വലിച്ചിട്ടതാരാണ്? അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാര്യത്തിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. ഞങ്ങളുടെ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യണം, അതിൽ പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങളാണ് റെസ്പോൺസിബിൾ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇത് നിങ്ങളുടെ നയപരമായ തീരുമാനമല്ല, പ്രാഥമികമായി അത് മനസ്സിലാക്കൂ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ UDFന്റെ നയപരമായ കാര്യമല്ലത്, നിയമപരമായ കാര്യമാണ്. സർക്കാരും അദാനി പ്രൈവറ്റ് ലിമിറ്റഡുമാണ് ഇതിന്റെ പങ്കാളികൾ, UDF അല്ല. ഇത് നിയമപരമായ കാര്യമാണ്. നിങ്ങൾക്ക് നയപരമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല ഇത്. ഇനി ആരെ കൊണ്ടാ ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കേ ഈശ്വര. സർക്കാരിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രാഷ്ട്രീയമായി എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല. ഇതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. ഇത് സാങ്കേതികമായ കാര്യമാണ്. ഇതിൽ UDF ഇല്ല. ഇതിൽ സർക്കാരും അദാനി കമ്പനിയും തമ്മിലുള്ള കരാറാണ്. ആ കരാറിൽ ഒപ്പുവെച്ചത് ഇതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിനുശേഷം വന്നത് കഴിഞ്ഞ LDF സർക്കാരാണ്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ സർക്കാരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. UDF യോഗം ചേർന്നിട്ടല്ല. അങ്ങനെയൊന്നും സംസാരിക്കരുത് അഡ്വക്കേറ്റ് അനിൽ ബോസ്. മതിയെങ്കിൽ നിങ്ങൾ പോർട്ട് സെക്രട്ടറിയെ വിളിച്ച് ചർച്ച ചെയ്യും. പോർട്ട് സെക്രട്ടറിയാണ് ഇവിടുത്തെ സർക്കാർ. ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന് മുകളിലാണ്. ചീഫ് സെക്രട്ടറിയാണ് ഇവിടുത്തെ സർക്കാർ. സർക്കാർ സംസാരിച്ചാൽ മതിയെങ്കിൽ ചീഫ് സെക്രട്ടറിയാണ് സംസാരിക്കേണ്ടത്. ചീഫ് സെക്രട്ടറിയാണ് ഇവിടുത്തെ സർക്കാർ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്റെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എനിക്ക് പറയേണ്ടി വരും. അത് കേൾക്കാൻ സൗകര്യമുള്ള നിങ്ങൾ എന്നെ വിളിച്ചാൽ പൊളിറ്റിക്കൽ പൊസിഷൻ അല്ല ഈ വിഷയത്തിലെ പ്രധാന കാരണമെന്നാണ് ഞാൻ അങ്ങോട്ട് വളരെ വിനയപൂർവ്വം പറയുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അനുസരിച്ചല്ല വിഴിഞ്ഞം കരാർ മുന്നോട്ട് പോകുന്നത്. അതിൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഈ കരാറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരാർ റദ്ദാക്കാൻ പോലും സർക്കാരിന് കഴിയുമെന്ന്. കമാൻഡർ അക്ഷരം വേണ്ടിയിട്ടില്ല, ഒരു നിയമോപദേശം തേടിയിട്ടില്ല, ഒരു എതിർപ്പ് അറിയിച്ചിട്ടില്ല. അതൃപ്തി, അതിനെയാണ് നേരത്തെ പ്രണയലേഖനം നടുക്കിൽ അഴുക്കുമാർ പരിഹസിച്ചത്. കേട്ടോ, നിങ്ങൾ അയച്ച അതൃപ്തി ഉണ്ടല്ലോ, അതിനെയാണ് നേരത്തെ പ്രണയലേഖനം എന്ന് പരിഹസിച്ചത്. പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട് നിങ്ങളുടെ പാർട്ടി അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, അധികാരത്തിലെത്തിച്ച പാർട്ടിയും മുന്നണിയുമെന്ന. പാർട്ടിയും മുന്നണിയുമല്ല സർ, ജനങ്ങളാണ് അധികാരത്തിലെത്തിച്ചത്. കേട്ടോ, ജനങ്ങളാണ് അധികാരത്തിലെത്തിച്ചത്, പാർട്ടിയും മുന്നണിയുമല്ല. പാർട്ടിയും മുന്നണിയുടെയും പേരും ചിഹ്നവുമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങളാണ് അധികാരത്തിലെത്തിച്ചത്. ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ പാർട്ടി അധികാരത്തിലെത്തിച്ചു. മുഖ്യമന്ത്രി അധികാരത്തിലെത്തിച്ചത് പാർട്ടിയാണ്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. നിങ്ങളുടെ പാർട്ടി VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ഞങ്ങൾ കണ്ടിരുന്നു. കേട്ടോ, ഞങ്ങൾ കണ്ടിരുന്നു. നിങ്ങളുടെ പാർട്ടി അത് VD സതീശനായാലും മന്ത്രിമാരായാലും അവർക്കെതിരെ ആരോപണം ഉയർന്നു വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയമായി ഞങ്ങൾ കൊണ്ടുപോകും. ആരോപണം ഉയർന്നു വന്നാൽ മറുപടി പറയണം സാർ. പ്രൊട്ടക്ട് ചെയ്യുകയല്ല വേണ്ടത്. ആരോപണം ഉയർന്നു വന്നാൽ മറുപടി പറയണം, മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. അതൊന്നും എനിക്കറിയാൻ മേല.
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിങ്ങൾ എത്രയൊക്കെ ഇടപെട്ട് സംസാരിച്ചാലും ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷമടക്കം ഉയർത്തുന്ന ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെങ്കിൽ, തിരുത്തേണ്ടതുണ്ടെങ്കിൽ, പ്രതിരോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി പ്രതിരോധിക്കും. അതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടതില്ല, പ്രതിരോധിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു എന്നായിരിക്കണം അതിന്റെ കൺക്ലൂഷൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നമ്മൾ വെച്ചിട്ടുള്ള എഗ്രിമെന്റ്, കൺസെഷൻ എഗ്രിമെന്റ്, അതിന് പ്രകാരം അവർ പാലിക്കപ്പെടേണ്ട ചട്ടവട്ടക്രമങ്ങൾ പാലിച്ചില്ല എങ്കിൽ വളരെ കൃത്യമായി ആക്ട് ചെയ്യാൻ ഈ ഗവൺമെന്റ് അറിയാന്നേ. അല്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ബാലഗോപാൽ എന്ന് പറയുന്ന മാന്യൻ CPM പ്രതിനിധി പറഞ്ഞാലേ വായി വരട്ടോണ്ടിരിക്കാതെ ചാടി എഴുന്നേക്ക്, പ്രതികരിക്ക് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന് പ്രായത്തെ മാനിക്കട്ടെ. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആളല്ലേ, അദ്ദേഹം CPM അദ്ദേഹത്തെ അനിൽ ബോസ്, നിയമസഭയിൽ നമ്മുടെ നിയമസഭാ സാമാജികരെ ജനപ്രതിനിധികളെയൊക്കെ ബഹുമാനിച്ച് സംസാരിക്കാൻ പഠിക്കണം. ഈ ചർച്ചയിൽ നിങ്ങൾ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും മാന്യതയുടെ ചട്ടം പഠിപ്പിക്കാൻ എന്നെ നിർബന്ധിതയാക്കരുത് പ്ലീസ്. എന്റെ പണി പോലിരിക്കുന്നത് അല്ലല്ല, മാന്യതയുടെ അല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ സംസാരിക്കാൻ അറിയാത്ത ആളാണോ? 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ ചട്ടവട്ട ക്രമങ്ങൾ അറിയാത്ത ആളാണോ? എപ്പോൾ സംസാരിക്കണമെന്ന് ബാലഗോപാൽ തട്ടി വിളിച്ച് ഓർമ്മിപ്പിക്കണോ? ബാലഗോപാൽ ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ് മുൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്. അങ്ങ് സംസാരിച്ച ഭാഷയിലല്ല. അവനെ കുറിച്ച് പറയാനായിട്ട് മൗനിയായിരിക്കുന്ന സത്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന സത്യത്തെ കൃത്യമായ ബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളുക. ഇവിടെ ഞാൻ പറഞ്ഞ എന്താ, പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ മോശപ്പെടുത്തിയോ? പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ മോശപ്പെടുത്തിയോ? പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങ് പറഞ്ഞ ഭാഷയിലാണോ കെ എൻ ബാലഗോപാൽ സംസാരിച്ചത്? അങ്ങ് പറഞ്ഞ ഭാഷയിലാണോ സംസാരിച്ചത്? നിയമസഭയിൽ നടന്ന ഒരു സംഭവത്തെ അത് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി കോട്ട് ചെയ്യണം, അല്ലാതെ അവനവന്റെ ഭാഷാ നിലവാരം അനുസരിച്ച് കോട്ട് ചെയ്യരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഏത് വാക്കാണ് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇവരുടെ കാര്യങ്ങൾ ആവർത്തിക്കാറില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചു. അങ്ങ് കേട്ടല്ലോ ചർച്ച. ആവർത്തിക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽ അറിയാതെ എന്തെങ്കിലും വന്നോന്ന് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നു. മനസ്സിലായില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദവും പ്രകടിപ്പിക്കുന്നത്. അതിനൊന്നും മടിയുള്ള ആളല്ലെന്ന് ഞങ്ങള്. അല്ല, അങ്ങ് പറഞ്ഞ നേരത്തെ അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഉണ്ട് എങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല. ഇതൊന്നും നടക്കില്ല എന്നുള്ളത് അദാനി ഗ്രൂപ്പ് സെബിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. We would like to inform you that the company has entered into a share purchase and subscription agreement on June 29th. അധികാരവും ചെങ്കോലും ഉള്ളവർ അറിഞ്ഞോ സാർ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന സർക്കാർ അറിഞ്ഞോ സാർ? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്ന മറുപടിയിൽ തൃപ്തനാണ്. CPM പ്രതിനിധി തൃപ്തനല്ല. അതാണ് പ്രശ്നം. ശരി, ഞാൻ ഈ വായിച്ചത് അങ്ങ് കേട്ടുപോയി ബഹളത്തിനിടയിൽ. സഭയ്ക്കകത്ത് രേഖാപരമായി വരുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് തൃപ്തനാണെന്നേ. അതിനുശേഷവും സംഭവ വികാസങ്ങൾ അനവധി ഉണ്ടായി. പ്രതിപക്ഷം മറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. ശ്രീ അനിൽ ബോസ്, ഞാൻ അങ്ങയോട് വീണ്ടും ചോദിക്കുന്നു. അങ്ങ് പറഞ്ഞു അധികാരവും ചെങ്കോലും കിരീടവും ഒക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ഭയക്കേണ്ടതില്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്ന്. സർ, അദാനി ഈ സെബിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒന്നുണ്ട്. We would like to inform you that the company has entered into a share purchase and subscription agreement on June 29th to 2026 എന്ന്. എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. സർ, അവർ എഗ്രിമെന്റിലേക്ക് കടന്നിരിക്കുന്നു എന്നത് അവർ തന്നെ സെബിക്ക് വ്യക്തമാക്കിയ രേഖ കൈവശമുണ്ട്. ഈ രേഖ സർക്കാരിന് സ്വാഭാവികമായും ഇപ്പോ അവരയച്ചില്ലെങ്കിലും നമ്മളൊക്കെ അറിഞ്ഞത് പോലെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകണമല്ലോ. അപ്പോൾ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് സാർ. അധികാരത്തെയും ചെങ്കോലിനെയും അവർ വകവെച്ചിട്ടില്ല സാർ. നിങ്ങൾ എന്ത് നിലപാടെടുത്തു? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, അതല്ലേ പറഞ്ഞത്. സർക്കാരിന്റെ മുൻപാകെ വരാത്ത ഒരു കാര്യത്തിൽ, സർക്കാരിന്റെ മുൻപിൽ അനുമതി തേടി വരേണ്ട ഒരു കാര്യത്തിൽ വന്നിട്ടില്ല എങ്കിൽ അതിന് കൃത്യമായ ഇടപെടലുണ്ടാകും. എന്ത് ഇടപെടലാണ് നടപടികളുണ്ടായിട്ടുള്ളത്? ഈ എഗ്രിമെന്റ് റദ്ദ് ചെയ്യാനുള്ള അവകാശം എന്താ ഇടപെടലാണെന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ഈ മാധ്യമ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് മാധു പറയുന്നത് പോലാണോ കേരളത്തിൽ നമുക്ക് അറിയണ്ടേ സാർ? മാധ്യമ ചർച്ച പോട്ടെ, ഞാനൊരു പൗരൻ, അങ്ങൊരു പൗരൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു പൗരൻ, നമുക്ക് അറിയണ്ടേ സാർ നമ്മുടെ സർക്കാർ എന്താ ചെയ്യുന്നതെന്ന്? ഇപ്പൊ അറിയണ്ട. പറഞ്ഞാണെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ.
അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ അത് ഇവിടെ പറയാൻ പറ്റില്ല സർ, ജനങ്ങളോട് പറയാൻ പറ്റില്ല. അറിയണ്ട എന്നൊരു കാര്യം അധികാരത്തിലില്ല സർ, ജനാധിപത്യത്തിൽ ഇപ്പോൾ അറിയേണ്ടതില്ല എന്ന് പറയാൻ പറ്റില്ല സർ. കേട്ടോ, ഇപ്പോൾ അറിയേണ്ടതില്ലെന്ന് പറയാൻ പറ്റില്ല സർ, കേൾക്കാൻ കഴിയില്ല. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. താങ്കൾക്കറിയാമോ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ സർ, ഹൈപ്പവർ കമ്മിറ്റിയെ അങ്ങനെ ഒന്ന് കരാറിലില്ല. ഹൈപ്പവർ കമ്മിറ്റി അല്ല തീരുമാനം എടുക്കേണ്ടത്, അങ്ങനെ ഒന്നും കരാറിലില്ല. അതിൽ നേരത്തെ ശ്രീ ജ്യോതിർഘോഷ് വ്യക്തമാക്കിയതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഏജൻസിയാണ് ഇതിൽ പിന്നീട് കരാർ ലംഘനമുണ്ട് എന്നറിഞ്ഞാൽ തീരുമാനമെടുക്കേണ്ടത്. ബഹളം വെച്ചിട്ട് കാര്യമില്ല സർ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. അങ്ങ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട ആരാണ് സർ, നിങ്ങൾ ഏത് അധികാരമാണ് സർ കൈയാളുന്നത്? രാജ്യാവകാശമോ ജനാധിപത്യമാണ് സർ. നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചർച്ച നയിക്കുന്ന താങ്കളോട് ചോദിക്കും, താങ്കളാരാണെന്നേ? ഞാനൊരു എളിയ മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടത്. പരിഹസിക്കല്ല സർ, പരിഹസിക്കല്ല, ഞാൻ അത്ഭുതപ്പെടുകയാണ്. പെട്ടെന്നൊരു രാജഭരണം വന്നുപോയോ എന്ന് അത്ഭുതപ്പെട്ടതാണ് സർ. അല്ല, അങ്ങ് പറയൂ, രാജാധികാരം കൈവശമുള്ളവരെ നേരത്തെ ചെങ്കോലും കിരീടവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പറയൂ, അഭിനവ രാജാക്കന്മാർ പറയൂ, കേൾക്കാം. ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ പറയാണ്, എളിയ മാധ്യമ പ്രവർത്തകരെ അല്പമൊന്ന് ഒതുങ്ങി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഉയർന്നു വന്ന വിവാദത്തെ കുറിച്ച് പഠിക്കാൻ, അറിയാതെ അനുമതിയില്ലാതെ ചെയ്തിട്ടുള്ള ഓഹരി കൈമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തുടർ നടപടികൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് സ്വീകരിക്കാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും. മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക. ശരി, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ പറയുമ്പോൾ അറിയുന്നവരാണ് ജനം എന്ന വിചാരം എപ്പോഴാണ് ഈ പറയുന്ന ഒരു മാസത്തിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല സാർ. നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതില്ല എന്ന അങ്ങയുടെ വാക്ക് തന്നെ അതിനെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അധികാരത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നത് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നും ചെയ്യാനില്ല സാർ. 5 വർഷം നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതില്ല എന്ന് സർക്കാരും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാർ? ഞങ്ങൾ പൊതുജനമാണല്ലോ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, വ്യക്തമാണ്. ഞങ്ങൾ ഇപ്പോൾ അറിയേണ്ടതില്ല എന്നതാണ് സർക്കാർ നിലപാട്. അത് പര്യാപ്തമാണ് സർ, നിലപാട് പര്യാപ്തമാണ്. ഇനി രാജാക്കന്മാർക്ക് സൗകര്യമുള്ളപ്പോൾ പറയൂ, അറിയാം. ജനാധിപത്യമല്ലേ, അട്ടിമറിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ളവരല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ രാജാക്കന്മാർക്ക് സൗകര്യമുള്ളപ്പോൾ അറിയിക്കും. വളരെ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.